സല്യൂട്ട് ഭാരത്. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എ ഹരികുമാറാണ്. സർ നമസ്കാരം. നമസ്തേ സർ, ഈ കഴിഞ്ഞ ദിവസം ബംഗാളിൽ ഭരണമാറ്റം ഉണ്ടായിരിക്കുന്നു. നാളിതുവരെ ബംഗാളിൽ നമ്മൾ കാണാത്ത ഒരുപാട് മാറ്റങ്ങൾ ബംഗാളിൽ സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനയായി സർ അസാൻസോളിൽ, അതായത് ദുർഗാദേവി ക്ഷേത്രം വർഷങ്ങളായിട്ട് അടച്ചിട്ടിരുന്ന, ബംഗാളിലെ അസൻസോളിൽ അടച്ചിട്ടിരുന്ന ദുർഗാദേവി ക്ഷേത്രം, അതായത് ഈ തീവ്രവാദികളുടെ വളരെ തീവ്രവാദി ഗ്രൂപ്പുകളുടെ സമ്മർദ്ദം കാരണമാണ് ആ ദുർഗാദേവി ക്ഷേത്രം അടച്ചിട്ടിരുന്നത്. സർ, ഇപ്പോൾ ബംഗാളിൽ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടായതിന്റെ ഫലമായി ആ ദുർഗാദേവി ക്ഷേത്രം തുറന്നിരിക്കുന്നു. അവിടെ പൂജയൊക്കെ ആരംഭിച്ചു. ഒരുപാട് ആളുകൾ പ്രാർത്ഥനയ്ക്കായി അവിടെ വന്നു എന്ന ഒരു നല്ല വാർത്തയൊക്കെയാണ് കേൾക്കുന്നത്. സർ, ഇത് ഹിന്ദു സമൂഹത്തിന്റെ, അതായത് ബംഗാളിലെ ഹിന്ദു സമൂഹത്തിന്റെ ഒരു തിരിച്ച് വരവാണോ? അതൊരു നല്ല സൂചനയല്ലേ? ഒന്ന് പറയാമോ സർ? തീർച്ചയായിട്ടും ബംഗാളിൽ നടന്നത് വെറും രാഷ്ട്രീയ മാറ്റം മാത്രമല്ല, അത് വലിയൊരു സാമൂഹിക വിപ്ലവം കൂടിയാണ്, സാമൂഹിക മാറ്റം കൂടിയാണ്. ഈ കഴിഞ്ഞ ദിവസം വിജയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ബംഗാളിലെ BJPയുടെ നേതാവും പ്രതിപക്ഷ നേതാവുമായിരിക്കുന്ന സുവേന്ദു അധികാരി തന്നെ ഈ വിഷയം സൂചിപ്പിച്ചു. ഇവിടെ ഒരു പ്രതീകം, ബംഗാളിന്റെ യഥാർത്ഥ അവസ്ഥയുടെ പ്രതീകം എന്ന നിലയ്ക്കാണ് അസാൻസോൾ ദുർഗാദേവി ക്ഷേത്രത്തിന്റെ അത് തുറക്കുന്നത് ഇന്ന് ദേശീയ തലത്തിൽ ശ്രദ്ധ ആകർഷിച്ചത്. എല്ലാ ദേശീയ മാധ്യമങ്ങളിലും അതുപോലെ ചാനലുകളിലും പ്രിന്റ് മീഡിയയിലും എല്ലാം തന്നെ ഇത് വലിയ വാർത്തയാണ്. ഇന്ന് പലതിന്റെ ഹെഡ്ലൈൻ പോലുമാണ് പല നോർത്ത് ഈസ്റ്റ് എന്നുള്ള പല പത്രങ്ങളുടെയും. എന്താണ് ഇത്ര വലിയ പ്രാധാന്യം ഇതിന്? ഈ കഴിഞ്ഞ 15 കൊല്ലങ്ങളായിട്ട് ആ ക്ഷേത്രം അടച്ചിട്ടിരിക്കുകയാണ്. അത് ചില പ്രത്യേക അവസരങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെയൊക്കെ കേന്ദ്ര സേനയുടെയൊക്കെ സഹായത്തോടുകൂടി തുറന്നിട്ടുണ്ട്, അതായത് പിന്നെ കാളി പൂജ സമയത്തൊക്കെ. പക്ഷെ അങ്ങനെയുള്ള സ്പെഷ്യൽ ഫോഴ്സസ് അവിടെ നിന്നും മാറിയാൽ ഉടൻ തന്നെ ക്ഷേത്രം അടയ്ക്കും. അതിനൊരു കാരണമുണ്ട്. അവിടെയുള്ള റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ ഈ ക്ഷേത്രത്തിന് ചുറ്റും കലാപ സമാനമായ അന്തരീക്ഷം സദാ സൃഷ്ടിക്കും. അതായത് ആ പ്രദേശത്തിന്റെ ഒരു ഡെമോഗ്രഫി മാറ്റാൻ വേണ്ടിയിട്ട് അവർ ബോധപൂർവം നടത്തുന്ന ഒരു ശ്രമമാണത്. അങ്ങനെയുള്ള സ്ഥലത്ത് സംഘർഷം സൃഷ്ടിക്കുമ്പോൾ സംസ്ഥാന സർക്കാരും പോലീസും വന്നിട്ട് സംഘർഷം ഇല്ലാതാകാൻ ക്ഷേത്രം തുറക്കണ്ട എന്ന് പറയും. ഇതൊക്കെ ഇന്ത്യയിൽ തന്നെ ആണോ സംഭവിക്കുന്നതെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ, ഞാൻ കള്ളം പറയുകയാണോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. ഇന്നത്തെ ഈ അസാൻസോൾ ദുർഗാദേവി മന്ദിർ എന്ന് ചുമ്മാ ഒന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ അങ്ങനെയുള്ള സംശയമെല്ലാം തീരും. പക്ഷെ ആരാണ് പ്രശ്നം ഉണ്ടാകുക? അവിടെ വർഗീയ സംഘർഷം ഉണ്ടെന്ന് എല്ലാവരും പറയും, പക്ഷെ ആരാണ് സംഘർഷം ഉണ്ടാക്കുന്നതെന്ന് പറയത്തില്ല. അതിനുള്ള ചങ്കൂറ്റം ആർക്കും ഇല്ല. അത് ആരാണെന്ന് പോലും സത്യം പറഞ്ഞാൽ അതിലൊരു വ്യക്തി അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്, തൃണമൂൽ നേതാവായിട്ടുള്ള. അയാളുടെ പേര് പോലും നമുക്ക് പോലും കിട്ടിയിട്ടില്ല. കാരണം ഒരു മാധ്യമവും അത് പറയില്ല, അത്ര പേടിയായി. നിങ്ങൾ ഇത് ഇന്ത്യയാണോ, ഇത് വെള്ളരിക്കപട്ടണമാണോ എന്നൊക്കെ നിങ്ങൾ സംശയിക്കും. ഇതൊക്കെ ബംഗാളിൽ നടക്കുമായിരുന്നു. ബംഗാളിൽ നടന്ന ഒരു അതിക്രമങ്ങളുടെ ആഴം നമുക്ക് ഈ കേരളത്തിൽ ഇരുന്നുകൊണ്ട് അളക്കാൻ പറ്റില്ല. അത്രമാത്രം ഭീകരമായ അവസ്ഥയായിരുന്നു ബംഗാളിന്റെ അതിർത്തി ജില്ലകളിൽ പലതിലും. ഇന്ന് അവിടൊക്കെ വലിയ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. ഉദാഹരണത്തിന് മുർഷിദാബാദ് എന്ന് പറയുന്ന മുസ്ലിം ഭൂരിപക്ഷ ജില്ലയിൽ അവിടുന്ന് BJP ആണ് കൂടുതൽ സീറ്റ് വിജയിച്ചിരിക്കുന്നത്. ഇത് തദ്ദേശീയരായ മുസ്ലിങ്ങൾക്ക് പോലും ഈ നുഴഞ്ഞുകയറ്റക്കാരായ ബംഗ്ലാദേശി മുസ്ലിങ്ങളോട് ഉള്ള പ്രതിപത്തി നഷ്ടപ്പെട്ട ഒരു സ്ഥിതി ബംഗാളിന്റെ പല ഭാഗത്തുമുണ്ട്, ആസാമിന്റെ പല ഭാഗത്തുമുണ്ട്. BJPയുടെ ഇത്ര വലിയ വിജയത്തിന് പിന്നിൽ അതും ഒരു കാരണമാണ്. ഇവിടെ ഈ ദുർഗാദേവി മന്ദിർ, ഞാൻ പറഞ്ഞല്ലോ, ആ മന്ദിർ, അതായത് ക്ഷേത്രം തുറക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ആ പ്രദേശത്ത് ആവശ്യമില്ലാത്ത ഒരു പ്രശ്നം ഉണ്ടാവും. പ്രശ്നം ആരുണ്ടാക്കുന്നു ആർക്കും അറിഞ്ഞൂടാ. പെട്ടെന്ന് അവിടെ വർഗീയ സംഘർഷത്തിലേക്ക് അത് മാറും. ഇപ്പൊ റോഡിൽ കൂടെ പോകുന്ന ഒരു ബൈക്കിൽ പോകുമ്പോൾ നിങ്ങൾ വേറൊരു വഴി കാൽനടക്കാരനെയോ അല്ലെങ്കിൽ വേറൊരു വാഹനത്തിൽ ഉരസുകയോ വല്ലതും ചെയ്താൽ അത് മതി അവിടെ ഈ വർഗീയ സംഘർഷം തുടങ്ങാൻ. അങ്ങനെ സംഘർഷം തുടങ്ങുമ്പോൾ പോലീസ് ആദ്യം ചെയ്യുന്നത് ഈ ദുർഗാദേവി ക്ഷേത്രം അടച്ചിടുക എന്നുള്ളതാണ്. അങ്ങനെ ഈ ക്ഷേത്രം അടച്ചിടും. ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം ബംഗാളിലെ ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം ഉടൻ തന്നെ ആ ക്ഷേത്രം തുറന്നു. അവിടെ ഒരു സംഘർഷവും ഇല്ല.
അവിടെ ഒരു വർഗീയ കലാപവും ഇല്ല. അപ്പൊ ഇത്ര നാളും ഇതൊക്കെ ആരാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്? അതിനൊരു രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അതിലൊരു രാഷ്ട്രീയ മുതലെടുപ്പുണ്ട്. അതെ. അതായത് ബി ജെ പി MLA കൃഷ്ണേന്ദു മുഖർജിയുടെ നേതൃത്വത്തിൽ അവിടെ പിന്നെ ജനക്കൂട്ടം വന്നിട്ട് അവർ തുറക്കുകയായിരുന്നു. പിന്നെ അതിനെ തുടർന്ന് അവിടെ ഒരു പ്രശ്നവുമില്ല. ആയിരക്കണക്കിന് ഭക്തന്മാരാണ് ആ പ്രദേശത്തേക്ക് ഒഴുകിയെത്തുന്നത്. ആരും അവരെ തടയുന്നില്ല. ഇത് പശ്ചിം ബർധമാൻ എന്ന് പറയുന്ന ജില്ലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ പശ്ചിം ബർധമാൻ ജില്ലയിലെ ഭൂരിഭാഗം സീറ്റുകളും 9 സീറ്റ് BJP അവിടെ ഇപ്രാവശ്യം വിജയിച്ചു. അവിടെ പ്രകടമായ രാഷ്ട്രീയ മാറ്റത്തിലേക്കും സാമൂഹിക മാറ്റത്തിലേക്കും ഇത് കാരണമാണ്. പോലീസ് ഇപ്പൊ പഴയതുപോലെ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തരെ തടയുന്നില്ല. കാരണം അവിടെ വർഗീയ സംഘർഷമില്ല. ആരും സംഘർഷം ഉണ്ടാക്കാനില്ല. സംഘർഷം ഉണ്ടാക്കാൻ ആർക്കും ധൈര്യം വരുന്നില്ല. അതെ. ഇത് ബംഗാളിന്റെ ഒരു വിശാലമായ കാഴ്ചയിലെ ഒരു ചെറിയ ഉദാഹരണമാണ്. പക്ഷെ ഈ ചെറിയ ഉദാഹരണം അത് പിന്നെ ഇംഗ്ലീഷിൽ അതിന് ഈ ക്വിൻറ്റസെൻഷ്യൽ എക്സാമ്പിൾ എന്ന് പറയും. അതായത് അതൊരു വലിയ പ്രതീകമാണ്. എന്താണ് ബംഗാളിൽ നടന്നിരുന്നതെന്ന് നമ്മൾ അറിയണമെങ്കിൽ അസാൻസോൾ ദുർഗാദേവി മന്ദിർ അടച്ചിട്ടിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചാൽ മതി. അല്ലെങ്കിൽ അതിന്റെ ഈ കഴിഞ്ഞ 15 കൊല്ലമായിട്ട് അസാൻസോൾ ദുർഗാദേവി മന്ദിറിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ആലോചിച്ചാൽ മതി. ഇതിപ്പോ നമുക്ക് ഇതിൽ വർഗീയതയൊന്നുമില്ല. ഒരു പിന്നെ മതക്കാരുടെയും ക്ഷേത്രം ഒരു ആരാധനാലയം അടച്ചുപൂട്ടണമെന്നൊന്നും ആരും ആവശ്യപ്പെടുന്നില്ല. ഒരു ക്ഷേത്രം അത് തുറന്ന് പ്രവർത്തിക്കാൻ ഒരു വിഭാഗം ആൾക്കാർ സമ്മതിക്കുന്നില്ല. അതും ഈ സ്വതന്ത്ര ഭാരതത്തിൽ ആർട്ടിക്കിൾ ഭരണഘടന പ്രകാരം എല്ലാവർക്കും അവനവന്റെ മതത്തിൽ വിശ്വസിക്കാനും ആരാധന നടത്താനും അതുപോലെ അവന്റെ മതത്തെക്കുറിച്ച് മതപ്രചരണം നടത്താൻ പോലും സ്വാതന്ത്ര്യമുള്ള നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൽ ആ സ്വതന്ത്ര ഭാരതത്തിൽ ഇന്ന് അസാൻസോൾ ദുർഗാദേവി മന്ദിർ എന്ന ഒരു ക്ഷേത്രം, നൂറ്റാണ്ടുകളായി അവിടെ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം, അത് തുറക്കാൻ കഴിഞ്ഞ 15 കൊല്ലമായിട്ട് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആൾക്കാർ വിമുഖരാണെങ്കിൽ അത് വലിയൊരു ചോദ്യമാണത്. നമ്മുടെ മതനിരപേക്ഷത എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നും ആ മതനിരപേക്ഷത ഇതാണെങ്കിൽ ആ മതനിരപേക്ഷത നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ അത് വഴിതെളിക്കുകയാണ്. ഇതൊന്നും ഒരു ചാനൽ ചർച്ചയിൽ വരാറില്ല. നമ്മുടെ നാട്ടിലെ മലയാളം ചാനലുകളൊന്നും ഇത്തരം വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാറില്ല. ചർച്ച ചെയ്യില്ല. അതെ. ഇതൊക്കെ പകല് പോലെ യാഥാർത്ഥമായ കാര്യങ്ങളാണ്. ഈ ബംഗാളിന്റെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ ഏതാണ്ട് 800 കൊല്ലമായിട്ട് ആദ്യത്തെ ഒരു 700 പിന്നെ 1200 തൊട്ട് 1200 തൊട്ട് 1757 വരെ ഇസ്ലാമിക ഭരണം നിലനിന്നിരുന്ന പ്രദേശമാണ് ബംഗാൾ. അതിനു മുമ്പ് 10ാം നൂറ്റാണ്ട് തൊട്ട് ഈ 12ാം നൂറ്റാണ്ട് വരെ അവിടെ ഭരിച്ചിരുന്നത് 2 രാജവംശങ്ങളാണ്. പാല രാജവംശവും സേന രാജവംശവും. അവര് മാറി മാറി അവർ ഭരിച്ചിരുന്നു. അവർ ബുദ്ധ ഹിന്ദു പാരമ്പര്യങ്ങളിൽ വിശ്വസിച്ചിരുന്ന ആൾക്കാരാണ്. അവസാനത്തെ ബംഗാളിൽ ഭരിച്ചിരുന്ന ആൾ ഹിന്ദു രാജാവായ ലക്ഷ്മണ സേന എന്നൊരാളായിരുന്നു. അദ്ദേഹത്തിനെ 1204-205 കാലഘട്ടത്തിൽ മുഹമ്മദ് ഭക്തിയാർ ഖൽജി എന്ന ആക്രമണകാരി അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തി ബംഗാൾ പിടിച്ചെടുത്തു. അങ്ങനെയാണ് ബംഗാൾ മുസ്ലിം ഭരണത്തിലേക്ക് പോകുന്നത്. പിന്നീട് ഭക്തിയാർ ഖൽജിയുടെ ഭരണം അവസാനിച്ചതിന് ശേഷം ആണ് ബംഗാൾ സൾട്ടനേറ്റ് എന്ന് പറയുന്ന സുൽത്താൻമാരുടെ ഭരണം തുടങ്ങുന്നത്. ഏതാണ്ട് 14ാം നൂറ്റാണ്ടൊക്കെ 15 നൂറ്റാണ്ടൊക്കെ ആകുമ്പോഴേക്കും ഈ ബംഗാൾ സുൽത്താൻമാര് മുഗൾ സാമ്രാജ്യത്തിന് കപ്പം കൊടുക്കുന്ന സ്ഥിതിയാണ്. അവർ തന്നെയാണ് ഭരിക്കുന്നതെങ്കിലും അവർ മുഗൾ ചക്രവർത്തിമാരുടെ അധീശത്വം അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടാണ് ബംഗാൾ ഭരിച്ചിരുന്നത്. അവസാനത്തെ ബംഗാൾ ഭരണാധികാരിയെ കുറിച്ചൊക്കെ നമ്മൾ പുസ്തകങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. സിറാജുദ്ദൗള 1757 അയാള് 1757 പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി, ഈസ്റ്റ് ഇന്ത്യ കമ്പനി പരാജയപ്പെടുത്തിയിട്ടാണ് പിന്നീട് ബ്രിട്ടീഷ് ഭരണം അവിടെ വരുന്നത്. അതായത് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ചിന്തിച്ചാൽ ഏതാണ്ട് 1000 കൊല്ലമായിട്ട് അവിടെ ഹിന്ദു ഭരണമില്ലായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണമൊക്കെ വന്നെങ്കിലും അവിടെയൊക്കെ ഈ പറയുന്ന മുകളിൽ നിന്നും കെട്ടിയിറക്കുന്ന പ്രത്യേകതരം ഒരു മതനിരപേക്ഷത. ഈ മതനിരപേക്ഷതയിൽ എന്ന് പറയുന്നിടത്ത്
ഹിന്ദു വിശ്വാസങ്ങൾ പാലിക്കാനോ അതനുസരിച്ച് ജീവിക്കാനോ പ്രചരിപ്പിക്കാനോ ഒന്നും സ്വാതന്ത്ര്യമില്ലാത്ത ഒരവസ്ഥ. ആ ഒരു ബംഗാളിന് മാറ്റം വരികയാണ്. അതാണ് അവിടുത്തെ നടന്ന ഒരു BJPയുടെ വിജയം. ഞാനത് വെറും ഒരു രാഷ്ട്രീയ വിജയം മാത്രമല്ല എന്ന് ഞാനിപ്പോൾ പറഞ്ഞെങ്കിൽ അതിന്റെ കാരണം ഇതാണ്. ബംഗ്ലാദേശിൽ ഇപ്പൊ നമ്മൾ ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് ബംഗ്ലാദേശിൽ നടന്ന സംഭവങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചിലരൊക്കെ മറന്നു കാണും, ചിലരൊക്കെ കണ്ണടച്ച് കാണും. പക്ഷേ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരിനെ അവിടെ റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളെയും നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പ് വന്നിട്ട് പുറത്താക്കുന്നു. അങ്ങനെ പുറത്താക്കിയിട്ട് അവർ ഭരണം പിടിച്ചെടുത്തു. മുഹമ്മദ് യൂനസ് എന്ന ഇന്ത്യ വിരുദ്ധൻ അവിടെ ഭരിച്ചു. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ വലിയ അതിക്രമങ്ങൾ നടന്നു. ഇവിടെ പലരും വിചാരിക്കുന്ന പോലെ ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കൾ ഉന്നത ജാതിക്കാരായ ഹിന്ദുക്കളല്ല, വെറും പാവപ്പെട്ട ഏറ്റവും പിന്നോക്കക്കാരിൽ പിന്നോക്കവും പട്ടികജാതിക്കാരും അടങ്ങുന്ന ആൾക്കാരാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ. ഇന്ന് അവിടുന്ന് പിന്നെ അവരുടെ ഈ റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ അതിക്രമം സഹിക്കാൻ വയ്യാതെ ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ട് ഇന്ത്യയിൽ എത്തിച്ചേർന്ന രണ്ട് മുഖ്യ ജനവിഭാഗങ്ങളുണ്ട്. ഒന്ന് മാട്ടുവ എന്ന് പറയും, അവർ പട്ടികജാതിക്കാരാണ്. രാജവംശികൾ എന്ന മറ്റൊരു വിഭാഗമുണ്ട്, അവര് പിന്നോക്ക സമുദായക്കാരാണ്. ഈ രണ്ട് സമുദായക്കാരുടെ വോട്ടാണ് യഥാർത്ഥത്തിൽ BJPയെ ബംഗാളിൽ വളർത്തിയത്. ഇപ്പോൾ ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ എല്ലാവരുടെയും വോട്ട് കിട്ടി. പക്ഷേ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ BJPക്ക് വോട്ട് ചെയ്തത് 2016 തൊട്ട് BJPയെ വളർത്തിയത് ഈ രണ്ട് സമുദായങ്ങളാണ്. അതിൽ മാട്ടുവ സമുദായം ഏതാണ്ട് 1 കോടിയോളം അംഗസംഖ്യയുള്ള ഒരു സമുദായമാണ്. അവരാണ് ബംഗാളിന്റെ വടക്കൻ ജില്ലകളിൽ 6ഓ 7ഓ ജില്ലകളിൽ അവർക്ക് ഭൂരിപക്ഷമുണ്ട്. അവിടെയാണ് BJP വളർന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ചെന്നിട്ട് മാട്ടുവ സമുദായത്തിന്റെ ആത്മീയ നേതാവിനെ കാണാൻ ചെല്ലുമ്പോൾ അദ്ദേഹം തറയിലിരുന്നാണ് അവരോടുള്ള ബഹുമാനം പ്രകടിപ്പിച്ചത്. 1 കോടി ജനങ്ങളുടെ നേതാവാണ്. അതുപോലെ തന്നെയാണ് രാജബോൻസികൾ. രാജബോൻസി സമുദായം ഏതാണ്ട് 75 ലക്ഷത്തോളം വരുന്ന ഒരു സമുദായമാണ്. അവരും BJPയുടെ ഒപ്പം നിന്നു. കാരണം ബംഗ്ലാദേശിലെ ഈ അതിക്രമങ്ങൾക്ക് നേരിട്ട് അവർ വിധേയരായവരാണ്. ബംഗ്ലാദേശിൽ നടന്ന വർഗീയ കലാപങ്ങളിൽ അവരുടെ സഹോദരന്മാരും സഹോദരിമാരും കൊല്ലപ്പെട്ടു. അവരുടെ സ്ത്രീകൾ അതിക്രമങ്ങൾക്കിരയായി, ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയായി അവിടെ നിന്ന് സർവ്വതും ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ട ആൾക്കാരാണ്. അതിൽ ഈ ലോവർ ആസാമിലും ഈ രാജബോൻസികൾ എന്ന് പറയുന്ന വിഭാഗം, മാട്ടുവാകൾ ബംഗാളിൽ മാത്രമാണെങ്കിലും രാജബോൻസികൾ ബീഹാറിന്റെ കിഴക്കൻ ഭാഗത്തും ലോവർ ആസാമിലും അവരുണ്ട്. വൈഷ്ണവ ആരാധന അനുസരിച്ച് ജീവിക്കുന്നവരാണ് ഈ രാജബോൻസികൾ. ആ രാജബോൻസികൾ BJP ആസാം തൊട്ട് ബംഗാൾ വരെ അധികാരത്തിലെത്തിയതിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. ഇവരൊക്കെ തന്നെ ബംഗ്ലാദേശിൽ ജീവിച്ച് അവിടെ അവർക്കെതിരെ നടന്ന അതിക്രമങ്ങളുടെ ദുരിത ഫലങ്ങൾ അവരനുഭവിച്ച് ആ ദുരന്തങ്ങളുടെ ജീവിക്കുന്ന രക്തസാക്ഷികളായിട്ടുള്ള നൂറുകണക്കിന് മാട്ടുവാകളും രാജബോൻസികളും ബംഗാളിൽ മാത്രമല്ല ബീഹാറിന്റെ ഗയ ജില്ലയിലും ലോവർ ആസാം, അതായത് ധൂബ്രി പോലെ നുഴഞ്ഞുകയറ്റക്കാർ കയറി ആ ഡെമോഗ്രഫി ആകെ മാറ്റിയ ഈ ജില്ലകളിലുമൊക്കെ ഇവർ നിലനിൽക്കുന്നുണ്ട്. എനിക്ക് അതിൽപ്പെട്ട ചില ആൾക്കാരെ എനിക്കറിയാം, വ്യക്തിപരമായിട്ട് എനിക്കറിയാം. അവർ എന്നോട് ഇതിന്റെ വിശദാംശങ്ങൾ രാജബോൻസി സമുദായത്തിൽപ്പെട്ട ചിലർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഞെട്ടിപ്പോകുന്ന അതിക്രമം. അവരിൽ ഒരാൾ എന്നോട് പറഞ്ഞു, അദ്ദേഹം ഇന്ന് അവിടെ പോലീസിന്റെ ഒരു ഇൻസ്പെക്ടറാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം രാവിലെ എഴുന്നേറ്റിട്ട് വീടിന് പുറത്തോട്ട് നോക്കുമ്പോൾ സർക്കാരിന്റെ ഭൂമിയിൽ വലിയ ടെന്റുകൾ വരുന്നതാണ്. അവിടെ 100-200 ആൾക്കാർ തമ്പടിച്ചിരിക്കുന്നു. അവരെവിടെ നിന്നും ആർക്കും അറിയാം. ബ്രഹ്മപുത്ര നദി കടന്ന്, ബംഗ്ലാദേശിൽ നിന്നും ബ്രഹ്മപുത്ര നദി കടന്ന് ഇന്ത്യയിലേക്ക് എത്തി ഏതാണ്ട് അധികാരം പോലെ സർക്കാർ ഭൂമി പിടിച്ചെടുത്ത് അവിടെ താമസിക്കുന്ന ആൾക്കാരാണ്. അവരെ പുറത്താക്കിയത് കൊണ്ടാണ് ഹിമന്ത ബിശ്വ ശർമ്മ അവിടെ മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിച്ചത്. അത് ചെറിയ കാര്യമല്ല അവിടെ നടക്കുന്നത്. നമ്മൾക്ക് അതിന്റെ രൂക്ഷത അറിഞ്ഞുകൂടാ. ഇങ്ങ് കേരളത്തിൽ നമ്മളിരിക്കുമ്പോൾ ബംഗാളികളെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട 1960 ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനമായിരുന്നു. ഇന്ത്യയിൽ പെർ ക്യാപിറ്റ ഇൻകം ഏറ്റവും അധികം ഉണ്ടായിരുന്ന സംസ്ഥാനമാണ് ബംഗാൾ. ആ ബംഗാള് അന്നൊക്കെ ബംഗാളി എന്ന് പറഞ്ഞാൽ വലിയ ബഹുമാനമാണ്. രവീന്ദ്രനാഥ ടാഗോർ, സുഭാഷ് ചന്ദ്രബോസ്, അരവിന്ദ ഘോഷ്, അങ്ങനെ നിരവധി ചരിത്ര പുരുഷന്മാർക്ക് ജന്മം നൽകി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഉത്തേജനം നൽകിയ വ്യക്തികളുടെ നാട്. ആ നാട് ഇന്ന് ബംഗാളി എന്ന് പറഞ്ഞാൽ മലയാളികളൊക്കെ എന്താ പറയുന്നത്, കൂലിപ്പണിക്കാരനാണ്.
അല്ലേ? അയ്യപ്പദാസ് ആലോചിച്ച് നോക്കി. തീർച്ചയായിട്ടും സർ. ഇവിടെ കൂലിപ്പണി ചെയ്യുന്ന അതിന് വടക്കേന്ത്യ തൊട്ട് വടക്ക് കിഴക്കൻ ഇന്ത്യ എന്നുള്ള എല്ലാവർക്കും ഉള്ള ഒരു പൊതുനാമമാണ് ബംഗാളി. സാർ ഞാൻ ഇടയ്ക്കൊന്ന് ആ, ചോദിച്ചോട്ടെ സാർ, അതായത് നമ്മൾ പറഞ്ഞു ചോദിച്ചോ. വന്ന വിഷയത്തിൽ ഈ നമ്മളെ ഈ പറയുന്ന നമ്മളിപ്പോ ജാതിയോ മതമോ ഒന്നും വേർതിരിച്ച് പറയുന്നതല്ല. ബംഗാളിൽ ഹിന്ദു സമൂഹത്തിനെ ഒരു വല്ലാത്ത അടിച്ചമർത്തൽ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ, അതായത് CPM-ന്റെ 35 വർഷത്തെ ഭരണവും, 35 വർഷം തന്നെയല്ലേ സാർ? എന്റെ അതിൽ തെറ്റുണ്ടോ? അവര് എത്ര, അതെ 35 വർഷം? ആ, 34 വർഷവും പിന്നെ കുറച്ച് അതെ മാസങ്ങളുമാണ്. അതെ 34 35 വർഷം വർഷം ഭരിച്ച, അങ്ങനെ കണക്ക്. അതെ 35 വർഷം എന്ന് തന്നെ പറയാം. 35 വർഷവും പിന്നെ 15 വർഷം ഈ മമതയും ഭരിക്കുമ്പോഴും ഹിന്ദു സമൂഹത്തിന് ഒരു പ്രാർത്ഥനാ സ്വാതന്ത്ര്യം പോലും ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ, നമ്മൾ ജാതി മതം ഒന്നും പറയുന്നതല്ല, പ്രാർത്ഥന. സാർ ഇപ്പൊ നമ്മൾ സംസാരിച്ച പോലെ നമ്മൾ ജീവിക്കുന്നത് ഭാരതത്തിലാണ്. നമുക്ക് നമ്മുടെ ജാതിയിലും നമ്മുടെ മതത്തിലും നമുക്ക് വിശ്വസിക്കാനും പ്രാർത്ഥിക്കാനും ആ മതത്തെ പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അപ്പോ സാറ് ഇപ്പൊ ഈ പറഞ്ഞു വെച്ച കാര്യം തന്നെ, ഇപ്പൊ സാറ് തന്നെ പറഞ്ഞില്ലേ, നമ്മൾ ബംഗാളിനെ കുറിച്ച്, നമ്മൾ രവീന്ദ്രനാഥ് ടാഗോർ തുടങ്ങി എത്ര പ്രമുഖരായിട്ടുള്ള വലിയ വലിയ ഇന്ത്യ കണ്ട മഹാരഥന്മാരുണ്ടായിരുന്ന ബംഗാൾ. സാർ ഇത് കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം. ഈ സ്വാതന്ത്ര്യം തിരിച്ചു വരുന്നതിന്റെ ഒരു ആഘോഷം ബംഗാളിൽ വരുന്ന ആളുകൾ നമുക്ക് ദർശിക്കാൻ കഴിയുമെന്ന് തന്നെ പറയാം, അല്ലെ സാർ? തീർച്ചയായിട്ടും അവിടെ അത് തുടങ്ങിക്കഴിഞ്ഞു. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞു, ആസാൻസോൾ ദുർഗാദേവി ക്ഷേത്രം ഒരു പ്രതീകമാണ്. അതൊരു തീർച്ചയായും സാർ. ക്വിന്റസെൻഷ്യൽ എക്സാമ്പിൾ ആണ്. അതെ അവിടേക്ക് ആയിരക്കണക്കിന് ആൾക്കാർ ഒഴുകുന്നത് വെറുതെ ഒരു ക്ഷേത്രത്തിലേക്ക് പോവല്ല. അവിടെ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് നരേന്ദ്രമോദി ഒന്നും തരണ്ട, അതെ, ഞങ്ങൾ ഞങ്ങളുടെ സംസ്കാരത്തെ വീണ്ടെടുത്തിരിക്കുന്നു, അത് പ്രാർത്ഥനാ മാത്രം മതി ഞങ്ങൾക്ക്. സ്വാതന്ത്ര്യമെങ്കിലും കിട്ടിയാൽ മതി, അല്ലെ സാർ? പ്രാർത്ഥനാ സ്വാതന്ത്ര്യമെങ്കിലും അതെ അതെ, കിട്ടിയാൽ മതി. ആ, അതാണ് അവർ പറഞ്ഞത്. അതായത് ഞങ്ങൾക്ക് ഞങ്ങളുടെ സാംസ്കാരിക പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോകാൻ, ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ആരും ഞങ്ങളെ തടയുന്നില്ല, ഞങ്ങൾക്ക് ഇത് മതി, തീർച്ചയായിട്ടും ഇത്രമാത്രം തീർച്ചയായിട്ടും മതി. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ജനത പറയണമെന്നുണ്ടെങ്കിൽ അവരെന്തുമാത്രം ശ്വാസം മുട്ടൽ അനുഭവിച്ചിരുന്നു. ഈ തീർച്ചയായിട്ടും മതേതര പാർട്ടികൾ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ അവരെ എത്രമാത്രം സമ്മർദ്ദത്തിലാഴ്ത്തിയിരുന്നു. അവരുടെ തീർച്ചയായിട്ടും. വിശ്വാസങ്ങളുടെയും അവരുടെ സംസ്കാരങ്ങളുടെയും അവരുടെ പാരമ്പര്യത്തിനെ നശിപ്പിച്ചിരുന്നു. അതെ അതെ ഇതാണ് ഇപ്പൊ കാണുന്നത്. തീർച്ചയായിട്ടും ഇതൊരു വെറുമൊരു രാഷ്ട്രീയ മാറ്റമല്ല. ഇതൊരു അതെ, ജനത അവരുടെ വേരുകളിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവരുടെ തീർച്ചയായിട്ടും. ഒരു ആഘോഷമാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ എന്തായാലും വിശദാംശങ്ങളുമായിട്ട് നമുക്ക് ഹരികുമാർ സാർ, പ്രേക്ഷകരെ സമീപിക്കാം. താങ്കൾ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു വലിയ അറിവാണ് നമ്മോടൊപ്പം ഇപ്പോൾ പങ്കുവച്ചത്. സാർ, ഇത് ഇങ്ങനെയുള്ള തുടർന്നും ഇത്തരത്തിലുള്ള മാറ്റം ബംഗാളിൽ ഉണ്ടാകുന്ന ഏതു മാറ്റവും നമുക്ക് സാറ് വഴി പങ്കുവയ്ക്കാൻ കഴിയുമെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം. തീർച്ചയായിട്ടും നന്ദി.